നവരാത്രി നാളിൽ 3-ാം ദിവസം നമ്മൾ ദേവി ആദിപരാശക്തിയുടെ ചന്ദ്രഘണ്ഠ എന്ന രൂപത്തെയാണ് ആരാധിക്കുന്നത്. നവദുർഗയിൽ 3-ാമത്തെ രൂപമാണ് ചന്ദ്രഘണ്ഠ. മനഃശാന്തി, സ്വസ്ഥമായ ജീവിതം, ജീവിതത്തിലെ അഭിവൃദ്ധി എന്നിവയ്ക്കാണ് നമ്മൾ ചന്ദ്രഘണ്ഠയെ ആരാധിക്കുന്നത്. നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കല ഉള്ളതിനാൽ ദേവി ചന്ദ്രഘണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ശിവപാർവതിമാരുടെ വിവാഹവേളയിൽ പരമേശ്വരൻ ഉഗ്രരൂപം പൂണ്ട് ഋഷിമാർ, അഘോരികൾ, ഭൂതഗണങ്ങൾ എന്നിവരോടൊപ്പം ഹിമവാന്റെ രാജകവാടത്തിൽ എത്തുകയും ശ്മശാനവാസിയായ പരമേശ്വരന്റെ വിചിത്രമായ രൂപം കണ്ട് പാർവതീദേവിയുടെ ബന്ധുജനങ്ങൾ ഭയപ്പെടുകയും ചെയ്തു. മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും ഭയത്തിൽ നിന്നും മോചിതരാക്കാനായി പാർവതീദേവി ചന്ദ്രഘണ്ഠാരൂപം സ്വീകരിച്ചു. പാർവതീദേവി പരമേശ്വരനെയും കൂട്ടരെയും സ്വീകരിച്ച് അവരുടെ ആയുധങ്ങൾ വാങ്ങി തന്റെ കയ്യിൽ ഒതുക്കുകയും പിന്നെ പുലിപ്പുറത്തിരുന്ന് അവർക്ക് സ്വാഗതമരുളുകയും ചെയ്തു. ഇതാണ് ദേവി ചന്ദ്രഘണ്ഠയുടെ രൂപമായി നാം ആരാധിക്കുന്നത്. ശൗര്യവും ശക്തിയും പ്രദാനം ചെയ്യുന്ന ദേവി ശത്രുവിനാശനത്തിന് നമ്മുടെ കൂടെ നിൽക്കുന്നു. സിംഹവാഹിനിയായ ദേവിക്ക് 10 കൈകളാണ് ഉള്ളത്. ഓരോ കൈകളിലായി പത്മം, ജപമാല, ധനുഷ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം എന്ന ആയുധങ്ങളും ദേവിക്കുണ്ട്. എപ്പോഴെല്ലാം ധർമ്മത്തിന് താഴ്ചയും അധർമ്മം വിളയാടുകയും ചെയ്യുന്നോ അപ്പോഴെല്ലാം പാർവതീദേവിയുടെ ചന്ദ്രഘണ്ഠാഭാവം അവതരിക്കുകയും ശത്രുക്കളെ ഹനിച്ചുകൊണ്ട് അധർമ്മത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു.